ലോങ് ടൈം കൺസിസ്റ്റൻസി ബീറ്റ്സ് ഷോർട്ട് ടൈം ഇൻറ്റൻസിറ്റി. നമ്മൾ എന്താണോ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മളൊരു പെട്ടെന്നൊരു പാഷനേറ്റ് ആയിട്ട് തുടങ്ങുന്ന ഒരു കാര്യമായിരിക്കും. ഒരു ബിസിനസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പാഷനേറ്റ് ആയിട്ട് ഉള്ള ഒരു ഫീൽഡിലായിരിക്കും പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടുന്നത്. പക്ഷേ അതൊരു കൺസിസ്റ്റൻസിയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ആ ഒരു ബിസിനസ്സിൽ വളർച്ചയും ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് നമ്മൾ ആ പരാജയത്തെയും അല്ലെങ്കിൽ വിജയത്തെയും ഒക്കെ നമ്മൾ വളരെ മോഡറേറ്റ് ചെയ്ത് അതിനെ നമ്മൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഓരോ ബിസിനസ്സിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു സംരംഭത്തിൻ്റെയും സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളെക്കാൾ കൂടുതൽ മികച്ചതായിട്ട് ബിസിനസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ കൂടുതൽ നല്ല രീതിയിൽ ഈ ഒരു സംരംഭം നടത്തുന്ന ആളുകളും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു ആളുകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് അയ്യോ എനിക്കത് സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം നമ്മൾക്ക് നമ്മളുടേതായ ഒരു പ്രൊഡക്റ്റിൻ്റെ യുണീക്ക്നെസ്സിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ നടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സംരംഭത്തിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ലോങ് ടൈം കൺസിസ്റ്റൻസി ബീറ്റ് ഷോർട്ട് ടൈം ഇൻറ്റൻസിറ്റി. നമ്മളൊരു ആവേശത്തിൻ്റെ പുറത്ത് എടുത്തുചാടി പെട്ടെന്നൊരു ദിവസം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നതിനേക്കാളും ചെറിയ കാര്യങ്ങൾ പഠിച്ച് ചെറുതായ രീതിയിൽ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളായിരിക്കും. നമുക്ക് എല്ലാവർക്കും ബിസിനസ്സിൽ അത്ര പ്രാഗൽഭ്യമുള്ള ആളുകളായിരിക്കില്ല. പക്ഷേ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് നമ്മൾ തുടർച്ചയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അതിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല എന്ന് വേണം പറയാനായിട്ട്. എൻ്റെ ഒരു 10-12 വർഷത്തെ ഈ ഒരു ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരാജയങ്ങളുണ്ടാകും, നമുക്ക് അടി കിട്ടും, ചില സമയത്ത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അത് നമ്മൾ വിട്ട് കളയാതെ ഞാൻ ഈ ഒരു പാതയിലാണ്, ഞാനിത് മുന്നോട്ട് തന്നെ നയിച്ചു കൊണ്ടുപോകും എന്നുള്ള ആത്മവിശ്വാസം മാത്രമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക, നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും നെയ്ത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാത നിങ്ങൾക്ക് തെളിച്ചെടുക്കുക. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.